മക്കളെ, നമ്മുടെ +1 ഇംഗ്ലീഷ് മോഡൽ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 17-ാം തീയതിയാണ് നമ്മുടെ മോഡൽ എക്സാം വരുന്നത്. ഇന്ന് 13-ാം തീയതിയായി അല്ലേ? സോ 14, 15, 16 3 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നമ്മൾ മോഡൽ എക്സാം ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യും? ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അതല്ല, നിങ്ങൾക്ക് ഇതിലും ഏറ്റവും എളുപ്പത്തിൽ ഈ ക്ലാസ്സുകളെല്ലാം വേണം, 3 ദിവസം കൊണ്ടൊക്കെ പഠിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ +1 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ +1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെക്കാവുന്ന വാട്സാപ്പ് നമ്പറിൽ ഹായ് +1 എന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 14 പാഠങ്ങളാണ് ടോട്ടൽ ഉള്ളത്. ആ 14 പാഠങ്ങളിലും ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്കിത് സമയമില്ല. കാരണം ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിറ്റേന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്. ഇതിങ്ങനെ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും ഇപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് വായിക്കാൻ നമുക്ക് നേരമില്ല. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ എക്സാമിന് കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ആ സമയത്ത് വായിക്കാം. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? 14 ലെസൺസിൻ്റെയും നമ്മൾ സമ്മറി വായിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ നോട്ട്സ് ഉണ്ടാകുമല്ലോ, ഗൈഡ്സ് ഉണ്ടാകുമല്ലോ, എല്ലാം നോക്കിയിട്ട് ചാപ്റ്റർ സമ്മറി എന്താണ് ആ ഓരോ ചാപ്റ്ററിലും നടക്കുന്നത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, 1-2 ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രം നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്തെടുക്കാനുള്ളൂ. അത് ഏതൊക്കെയാ? ആൻഡ് ദെൻ ഗാന്ധി കെയിം, അതൊന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആൻസേഴ്സ് അതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്, ഗാന്ധിയുടെ ആ ഒരു 2-fold ടീച്ചിങ് മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, ഓക്കെ, അങ്ങനെ 1-2 ചാപ്റ്റേഴ്സ് മാത്രം നമ്മളൊന്ന് ഇരുത്തി ശ്രദ്ധിക്കാറുണ്ട്. ബാക്കിയൊക്കെ പെട്ടെന്നൊന്ന് സമ്മറി വായിച്ചാൽ നമുക്ക് കിട്ടും. സോ സമ്മറി വായിക്കാം. അതിനുശേഷം അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാം, അവരുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇവാൻ ഇവാനിച്ച് ഉണ്ട്, നിക്കോളൈ ഉണ്ട്. ദെൻ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിലുള്ളത്, ഇതിൽ ആ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തത്. ദെൻ നമുക്കവിടെ 5 പോയംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പോയം? ഇഫ് വരുന്നുണ്ട്, ഡെത്ത് ദ ലെവലർ വരുന്നുണ്ട്, സൺറൈസ് ഓൺ ദ ഹിൽസ് വരുന്നുണ്ട്, ടു സ്ലീപ്പ് വരുന്നുണ്ട്, പിന്നെ ടൈറ്റാനിക് അല്ലേ, അങ്ങനെ ഓക്കെ, ടൈറ്റാനിക് വരുന്നുണ്ട്. സോ 5 പോയിന്റ്സും അനലൈസ് ചെയ്യണം. അതിൽ ഇഫ്, ഡെത്ത് ദ ലെവലർ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇഫും ഡെത്ത് ദ ലെവലറും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കി ആ 5 പോയം പഠിക്കുക. ലൈൻ ബൈ ലൈൻ മീനിങ് ആട്ടോ, ലൈൻ ബൈ ലൈൻ മീനിങ് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ പോയട്രി ഡിവൈസും പഠിക്കണം. ദെൻ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്താണെന്ന് ജസ്റ്റ് നോക്കുക. ഓരോന്നിൽ നിന്ന് പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ് വേണ്ടത്, യൂണീക്ക് ആകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ് എല്ലാം നമ്മൾ നോക്കി പോകണം. ഇതൊക്കെ ഈ 3 ദിവസം കൊണ്ട് നമ്മൾ വായിക്കണം. ഓക്കെ, എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ്, അത് സ്പീച്ച് ഉണ്ടാകും, ലെറ്റർ ഉണ്ടാകും, ലെറ്റർ ടു ദ എഡിറ്റർ ഉണ്ടാവും, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാവും, എല്ലാം ഈ നോട്ട്സ് നോക്കിയിട്ട്, ഈ ഗൈഡ്സ് നോക്കിയിട്ട്, PDF നോക്കിയിട്ട് ഇരുന്ന് വായിക്കാം. പിന്നെ ഗ്രാമർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മാക്സിമം 12 മാർക്ക്, ഓക്കെ, ഏറ്റവും മാക്സിമം 12 മാർക്കിന് ഗ്രാമർ വരുള്ളൂ. അപ്പോൾ 12 മാർക്കിനുള്ള ഗ്രാമർ നിങ്ങൾ പഠിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും പഠിക്കണ്ട. അതിൽ റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്കിനായിരിക്കും വരുന്നത്, ബാക്കിയുള്ള 4 മാർക്കിന് നമുക്ക് വരും. പിന്നെ എന്താ വരുന്നത്? കൊഹസീവ് ഡിവൈസസ് ചോദിച്ചുകൊണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് മേ ബി ഒരു 4 മാർക്കിന് വരാം. ദെൻ എഡിറ്റിംഗ്, ഓക്കെ, എഡിറ്റിംഗ് പല ടൈപ്പ് വരാം. അതിൽ കൂടുതലും വെർബിൻ്റെ ഫോംസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, റീച്ച്ഡ്, വിൽ റീച്ച്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിന്, ഇതല്ലെങ്കിൽ ഇത് 4 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇഡിയംസ്, ഓക്കെ, ആപ്പിൾ ഓഫ് എൻ ഐ, ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. ആ ഇഡിയംസ് മേ ബി ഒരു 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്നത് എന്താണ്? ഫ്രൈസൽ വെർബ്സ്, അതായത് ടേക്ക് ഓഫ്, ലുക്ക് ഫോർവേഡ് ടു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ദെൻ എന്തായിരുന്നു? ടേക്ക് ഓഫ്, ദെൻ ടു എക്സ്റ്റിങ്ക്യൂഷ് എന്നൊക്കെ മീനിങ്സ് വരുന്ന ഓരോന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആ ഓരോ ഫ്രേസൽ വെർബ്സ് എല്ലാം ഒന്നും വേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പുട്ട് ഓൺ, പുട്ട് ഔട്ട്, പുട്ട് ഓഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിക്കാം. ദെൻ ഇഫ് ക്ലോസ്, ഓക്കെ, ഇഫ് ക്ലോസ് പഠിക്കണം. ദെൻ പാസിവേഷൻ പഠിക്കണം, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുന്ന പാസിവേഷൻ. ഇത്രയും ഗ്രാമർ നിങ്ങൾ പഠിച്ചാൽ മതി, അതിൽ കൂടുതൽ പഠിക്കണ്ട. ഓക്കെ, ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് റെഡിയായി. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെറ്റായി. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക്, ഇങ്ങനെ പഠിച്ചാലാണ്. അല്ലാതെ ചാപ്റ്റർ വെറുതെ വായിച്ചുകൊണ്ടിരുന്ന എങ്ങും നമ്മൾ
നമ്മൾ എത്തില്ല. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പഠിച്ചാൽ മാത്രമാണ് ഇതാ ഒരു 7 സ്റ്റെപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ 6 സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മൾ എക്സാമിന് റെഡി ആകാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിലേക്കും എക്കണോമിക്സിലേക്കും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്